എന്റെ പ്രിയമുള്ളവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും തകർന്ന് തരിപ്പണമായി എല്ലാവരും നശിച്ചുപോയി. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ ഊതാൻ പറയും. ആ മലക്കിന് അല്ലാഹു റൂഹ് കൊടുത്തിട്ട് രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊതാൻ പറയുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ഭൂമിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. സർവ്വചരാചരങ്ങളും എഴുന്നേറ്റ് വരികയാണ്. പടച്ചവനെ, ചെട്ടിപ്പതായി നാട്ടിലെ പള്ളിയുടെ ഖബർസ്ഥാനുണ്ടല്ലോ, ആ ഖബർസ്ഥാനിൽ നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാ. കൊണ്ടുപോയി ഖബറടക്കിയത് എങ്ങനെയാണ്? നല്ലതുപോലെ കുളിപ്പിച്ചു, പടച്ചവനെ അതാ വുളുവെടുപ്പിച്ചു, സുഗന്ധങ്ങൾ തേച്ചു, വെള്ള തുണിയിൽ പൊതിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ പടച്ചവനെ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി ഖബറടക്കുകയാണ്. മനോഹരമായ രീതിയിൽ മനുഷ്യന്റെ കോലത്തിലാണ് ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി അടക്കിയത്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടാമത് മോതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ എഴുന്നേറ്റ് വരികയാ. മനുഷ്യന്റെ രൂപത്തിലല്ല, പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് എഴുന്നേറ്റ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, 41 വിഭാഗത്തിലാണ് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീട്ടിക്കൊണ്ടുവരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, പടച്ചവനെ ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പിന്താരങ്ങളിൽ വലിയ വലിയ കൊടികൾ കുത്തികൊച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ പല വിഭാഗങ്ങളിലാണ് ജനങ്ങൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ചേലാകർമ്മം ചെയ്തിട്ടില്ല. പടച്ചവനെ, ഒരാൾക്കും ഉടുതുണിയില്ല. നഗ്നരായിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് പടച്ചവനെ, ആരാണ് എന്നെ വിളിച്ചുണർത്തിയത് എന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. നഗ്നരായി നടന്നു പോവുകയാണ്. അല്ലാഹു അനുവാദം കൊടുത്തവനല്ലാതെ ഒരുത്തനും തല ഉയർത്തില്ല. ഒരാളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് അല്ലാഹു അനുവാദം കൊടുത്തവനല്ലാതെ സംസാരിക്കില്ല. ഒരു മനുഷ്യനും തല ഉയർത്തില്ല. പടച്ചവനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഇങ്ങനെ അതാ ആട്ടും കൂട്ടങ്ങളെ നയിച്ചു കൊണ്ടുവരുന്നത് പോലെ അതാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവരെ മലക്കുകൾ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. റബ്ബേ, ചെമ്പിന്റെ തറയിലാണ് ചെറുപ്പക്കാരാ, എല്ലാവരും ചെമ്പിന്റെ തറയിലാണ്. പടച്ചവനെ, ചെരുപ്പില്ല, വസ്ത്രമില്ല, ചെരുപ്പിന്റെ തറയിലാ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. പടച്ചവനെ, 15 ലക്ഷത്തോളം വരുന്ന കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ ഉച്ച സമയത്ത്, ഇന്ന് ഉച്ച സമയത്ത് ഉദിച്ചു നിന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, ഈ പാതിരാത്രി 10 മണിക്ക് ഇവിടെ ഇരുന്നിട്ട് പോലും നിന്റെ ശരീരം വിയർക്കുകയാ. നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഈ സൂര്യൻ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഒരേ ഒരു ചാണ് മുകളില് അല്ലാഹുവിന്റെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. റബ്ബേ, അതാ നമ്മുടെ ശരീരം, നമ്മുടെ തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ ഉരുകുകയാണ്. നമ്മുടെ തലയുണ്ടല്ലോ, തലച്ചോറുണ്ടല്ലോ, ചിലരുടെ തലച്ചോറുകൾ അവരുടെ മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാ. അല്ലാഹുവേ, വിയർപ്പിങ്ങനെ ഒഴുകി ഒഴുകിയതാ ഭൂമിയിലേക്ക് താഴുന്നില്ല. ചെമ്പിന്റെ തറയായത് കാരണം പടച്ചവനെ, വെള്ളം ഇങ്ങനെ അവന്റെ മുകളിലേക്ക്, അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വെള്ളം അവന്റെ കാലിന്റെ ചുവട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. അല്ലാഹുവേ, മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്ത് വരെ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങി താഴുകയാണ്. എല്ലാവരും ഇങ്ങനെ പടച്ചുറപ്പിന്റെ കോടതിയില് ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ,
എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു സിംഹാസനം മലക്കുകൾ കൊണ്ടുവരികയാണ്. ഒരു മനോഹരമായ സിംഹാസനമുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാവരും കണ്ണുകള് എല്ലാവരും ആ കാണുന്ന സിംഹാസനം കാണുമ്പോ ജനങ്ങളുടെ മുഖമങ്ങ് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. മനോഹരമായ ഒരു സിംഹാസനമുണ്ടല്ലോ, അതാ കൊണ്ടുവന്ന് വെക്കുകയാണ്. പടച്ചവരെ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ആ സിംഹാസനം ആർക്കുള്ളതാണോ? പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. അതാ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഈ കാണുന്ന സിംഹാസനം പ്രവാചകന്മാർക്കുള്ളതാണോ? എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാവരും ആ സിംഹാസനം ആരുടേതാണെന്നറിയാറ് അവിടെ നിന്ന് ചോദിക്കുമ്പോ വിളിച്ചു പറയുന്നു, ഇത് പ്രവാചകന്മാർക്കുള്ളതല്ല. ഈ സിംഹാസനത്തിന്റെ അവകാശി പ്രവാചകന്മാരല്ല, ശുഹദാക്കളാണോ നബിയേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ബദറിലും ഉഹദിലും ഹൻദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവനെ അല്ലാഹു കൊടുത്ത ജീവിതം അല്ലാഹു തിരിച്ചു കൊടുത്ത ശുഹദാക്കളുണ്ടല്ലോ, അവർക്കുള്ളതാണോ നബിയേ? ഇല്ല സ്വഹാബാ. പിന്നെ ആർക്കുള്ളതാ നബിയേ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അള്ളാന്റെ കോടതിയില് കൊണ്ടുവച്ചിരിക്കുന്ന സിംഹാസനത്തിന്റെ ഉടമയാരെന്നറിയുവോ? അത് കാണുമ്പോ എല്ലാവരും കൊതിച്ചു പോവുകയാണ്. എനിക്ക് അല്ലാഹു അത് നൽകിയിരുന്നെങ്കിലോ, അതിന്റെ അവകാശി ഞാനായിരുന്നെങ്കിലോ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്ന മനോഹരമായ ഒരു സിംഹാസനമുണ്ടല്ലോ, അതാർക്കെന്നറിയുമോ? അതിന്റെ അവകാശിയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ. ഡിസംബർ 31 അവസാന ദിവസത്തില് അതാ ഒരു വർഷക്കാലം നമ്മൾ നിന്ന് വിട പറയാ പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ദുനിയാവിലെ സ്വർഗത്തിന് നന്മ കേൾക്കാമെന്നവരെ മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതാർക്കുള്ളതാ നബിയേ? അതാർക്കുള്ളതാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, അൽ മുതഹാബൂന ഫില്ലാഹ്. ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ള പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരണത്തെക്കുറിച്ച് അവിടുന്ന് പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തുമ്പോ മരണത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അല്ലാഹു അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അതാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആനിന്റെ അകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്ന, അല്ലാഹുവേ, മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ജീവിതത്തെക്കുറിച്ച് പറയുന്ന അതാ പല ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ആണിനും പെണ്ണിനും കൂട്ടുകൂടാതെ നിങ്ങൾ ഈ കൂട്ടുകാരനെ പോലെയാകെ നിങ്ങൾ ഇന്നത്തെ രാത്രി മുതൽ പടച്ചവനെ 2020 തുടങ്ങുമ്പോ നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലെയാകണം. ആരാ റബീഅത്ത് ബിൻ ഹുസൈം എന്നറിയുമോ? അല്ലാഹുവേ, അതാ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അവിടുന്ന് ഖുർആൻ ഇങ്ങനെ ബോധിക്കൊണ്ടിരിക്കുമ്പോൾ കബറും കബറും ആ കബറിന്റെ അകത്തുള്ള അദാബുകളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ആ പരലോകത്തിന്റെ അവസ്ഥകളും അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഇങ്ങനെ കേട്ടപ്പോ ഈ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നുപോയി എന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ആയുധം എടുത്തുകൊണ്ടുവന്ന് വീടിന്റെ മുന്നിൽ ഒരു കബറങ്ങ് കുഴിക്കുകയാണ്. തന്റെ വീടിന്റെ
വീടിന്റെ വാതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവേ കാണുന്നതിന് വേണ്ടി തന്റെ വീടിന്റെ മുന്നിൽ ഒരു ഖബർ ഇങ്ങനെ കുത്തിയിടുകയാണ്. അവസാന ഖബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. അത് കഴിഞ്ഞ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെറുപ്പക്കാരെ ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് മയ്യത്തുകളെ കിടത്തുന്നത് പോലെ ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കുകയാണ്. എന്നിട്ട് ആ ഖബറിന്റെ അകത്ത് കിടന്ന് കരയുകയാ. ഒരുപാട് സമയം ഖബറിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ ആവശ്യത്തിലേക്ക് പോയി. അവസാനം എല്ലാ ജോലികളും തിരക്കുകളും കഴിഞ്ഞ് അവസാനം പാതിരാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അപ്പോഴും വീടിന്റെ കവാടത്തിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് പിന്നെയും ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവേ എന്താണ് അവിടെ കിടന്ന് പറയുന്നതെന്നറിയുമോ? ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവര് ഖബറിന്റെ അകത്ത് കിടന്ന് യാചിക്കുമെന്നാണ്. അല്ലാഹുവേ ഒരവസരം തന്നാൽ, പടച്ചവനെ ഒരു ചാൻസ് കൂടെ തന്നാൽ റബ്ബേ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാ എന്ന് ഖബറിന്റെ അകത്ത് കിടന്ന് അതാ ഖബറാളികളെ യാചിക്കുന്നത് പോലെ ഈ ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്നിട്ട് മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ പറയുന്നു, അല്ലാ പടച്ചവനെ എനിക്കൊരവസരം തന്നിരുന്നെങ്കില്, പടച്ചവനെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തമ്പുരാന്, ഞാൻ നിസ്കരിക്കാൻ തമ്പുരാന്, ഞാൻ ഖുർആൻ ഓതാ തമ്പുരാന്, ഞാൻ ദിക്റുകൾ പറയാ തമ്പുരാന്, ഞാൻ അല്ലാഹുവേ സദഖകൾ കൊടുക്കാ തമ്പുരാന്, എനിക്കൊരവസരം തരണേ എന്ന് ഈ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുന്നിൽ ഖബർ കുഴിച്ചിട്ടിട്ട് രാവിലെയും വൈകിട്ടും ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്ന് കരയുകയാ. എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മരണത്തിനെ കുറിച്ച്, ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് നേരെ വീടിന്റെ മുന്നിൽ വന്നൊരു ഖബർ കുടിച്ചു. എന്നിട്ട് രാവിലെയും വൈകിട്ട് ഈ ഖബറിന്റെ അകത്ത് അങ്ങോട്ട് കിടക്കും. സഹോദരങ്ങളെ, റബീഅത്ത് ഇബ്നു ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമോനെ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നീയും നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചോ, നീയും നിന്റെ ജീവിതത്തിൽ സൂക്ഷിക്ക ചെറുപ്പക്കാരാ. പെങ്ങളെ, ഈ പറയുന്ന 6 നന്മകൾ നല്ല ഗുണങ്ങളുണ്ടല്ലോ നിന്റെ ജീവിതത്തിലും. അല്ലാഹുവേ നാളെ മുതൽ തുടങ്ങുന്ന പുതിയ വർഷമാണല്ലോ, അല്ലാഹു നിനക്ക് ആയുസ് തന്നാൽ പടച്ചവനെ ഉസ്താദേ ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഞാൻ സൂക്ഷിക്കും ഉസ്താദ് എന്ന് നീയത്ത് ചെയ്തിട്ട് വേണം നീ ഇവിടെ ഇരിക്കാൻ. അല്ലാഹു എവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ താബീങ്ങളിൽപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവേ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ പടച്ചവനെ തന്റെ കണ്ണിനെ ഹറാമ് കാണുന്നതിനെ തൊട്ട് സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല, പെങ്ങളെ അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാറില്ല. ഔറത്ത് കാണുന്നത് പോയിട്ട് പടച്ചവനെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല.
എപ്പോഴും തലതാട്ടി പിടിച്ചാണ് നടക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ ചരിത്രമെടുത്ത് നോക്ക്. പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നത് ആ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്നായിരുന്നു, അന്ധനെന്നാണ് വിളിച്ചിരുന്നത്. റബീഅത്ത് ഇബ്നു ഹൈസമിന് അതാ അന്ധനെന്നാണ് പെണ്ണുങ്ങൾ പോലും വിളിച്ചിരുന്നത്. പടച്ചവനെ, ഹറാമ് കാണുന്നതിനെ തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് റബിയ എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ, മുത്തുനബി സ്നേഹിക്കണോ പെങ്ങള്? അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാൻ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ സ്നേഹിക്കണോ? അല്ലാഹുവേ, അതിനു വേണ്ട ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ. ഹറാമ് കാണുന്നതിനെ തൊട്ട്, അന്യപുരുഷനെ കാണുന്നത് തൊട്ട്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നതിനെ തൊട്ട് പെങ്ങളെ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ പൊന്നുമോള്. ചെറുപ്പക്കാരാ, പാപമല്ലേടാ പൊന്നുമോര്. നിന്റെ ദീൻ പഠിപ്പിക്കുന്നതെന്താണ്? അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ലെന്നാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ല എന്ന് നിന്റെ ദീൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ ചിന്തിക്കും ഉസ്താദേ, ഇതൊരു പാപമാണോ? അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് പാപമാണോ? ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും ഉസ്താദ്? എല്ലാരും ചോദിക്കും, പടച്ചവനെ, എല്ലാരും അന്യ പെണ്ണിനെയും കാണും, അന്യ പുരുഷനെയും കാണും, ഇതൊക്കെ ഒരു പാപമാണോ എന്ന് ചോദിക്കുന്നേ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, എപ്പോഴും ഇങ്ങനെ തല താഴ്ത്തി നടക്കും, ഒറ്റ പെണ്ണുങ്ങളുടെ മുഖത്തും നോക്കാറില്ല. പെണ്ണുങ്ങൾ ഈ ചെറുപ്പക്കാരൻ വരുമ്പോ പറയും, അന്തം വരുന്നു, അന്തൻ വരുന്നു, കണ്ണു കാണാത്തവൻ വരുന്നു, ഇങ്ങനെ പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അല്ലാഹുവേ പടച്ചവന് ഒരു മറയില്ല, എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിടക്കാം. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോയിട്ട് ഇപ്പൊ പെണ്ണുങ്ങളുടെ ഔറത്ത് വരെ നോക്കുന്ന കാലം ആണുങ്ങളും പെണ്ണുങ്ങളും. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു പാപമാണോ? നിസ്സാരമല്ലേ? ഒരിക്കലും നിസ്സാരമല്ല. ഒരൊറ്റ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ളൊരു പാവമല്ലേ, ഇങ്ങനെ നമ്മൾ കാണുന്നതൊരു പാവമായിട്ട് കാണുന്നില്ല. എങ്കിൽ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാണ്. അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ, മൊബൈലിലും വാട്സപ്പിലും യൂട്യൂബിലും എല്ലാം കേറി വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരാ, ഈ ചരിത്രമൊന്ന് കേട്ടിട്ട് നീ തീരുമാനിക്കൂ. അന്യപെണ്ണിന്റെ ശരീരം കാണുന്നത് ചെറിയ പാപമാണോ, അതോ പടച്ചവനെ ഒരു വലിയ പാപമാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, പടച്ച റബ്ബേ, എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹുവേ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ അവസാനം നന്നാക്കണേ അല്ലാഹ്, എന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ഇത് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, പിന്നെയും പിരിയുകയാണ്, പിന്നെയും ദുആ ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോ അവിടെ ഒരു മഹാൻ ചോദിക്കുന്ന, ചെറുപ്പക്കാരാ, എന്തിനാ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്?
എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ കൂടപ്പിറപ്പുകൾക്ക് എന്താണ് സംഭവിച്ചത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ നിന്നൊരു മഹാ ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. എന്റെ ഒന്നാമത്തെ സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, എന്റെ ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അള്ളാന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 5 നേരം അള്ളാന്റെ പള്ളിയില് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു എന്റെ സഹോദരൻ. എത്ര കൊല്ലമാണ് ബാങ്ക് വിളിച്ചതെന്നറിയുവോ വാപ്പാ? അള്ളാഹുവിന്റെ പള്ളിയില് 5 നേരം പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. 40 കൊല്ലമാ ബാങ്ക് വിളിച്ചത്. 1ഉം 2ഉം വർഷമല്ല, 40 വർഷക്കാലം അള്ളാന്റെ പള്ളിയിൽ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. അവസാനം എന്റെ കൂടപ്പിറപ്പുണ്ടല്ലോ മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അവസാന സമയം കിടക്കുമ്പോ എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ ഖുർആൻ എടുത്തുകൊണ്ട് വരാറ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് വരാറ്. ഈ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഖുർആൻ ഓതി മരിക്കാനായിരിക്കും, ഖുർആൻ കയ്യിൽ പിടിച്ചു മരിക്കാനായിരിക്കും. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ. ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് എന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വലിച്ചു കീറുകയാണ്, അവിടുന്ന് വലിച്ചെറിയുകയാണ്. എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടുന്ന് വലിച്ചു കീറിക്കളയുകയാ. ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് ഞാനവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ഞാനവിടുന്ന് എന്റെ ജ്യേഷ്ഠന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞില്ല. എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ അവസാനം വളരെ മോശമായിരുന്നു. അവിടുന്ന് പറഞ്ഞു, തങ്ങളെ അതേ പള്ളിയിൽ തന്നെയാണ് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചത്. ആ സഹോദരനും ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ 10 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും അതേ പള്ളിയിൽ 10 കൊല്ലം ബാങ്ക് വിളിച്ചു. ആ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ മരണവും മോശമായിരുന്നു. തങ്ങള് എന്റെ 2 സഹോദരങ്ങളുടെയും അവസാനം മോശമായിരുന്നു. ഇപ്പോൾ അതേ പള്ളിയിൽ ഞാനാണ് ബാങ്ക് വിളിക്കുന്നത്. എന്റെ ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാ, എന്റെ ഗതിയും അങ്ങനെയാക്കല്ലേ അല്ലാ. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ കരഞ്ഞു ദുആ ചെയ്യുന്നത്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ കരഞ്ഞു വിളിച്ച്
വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. പടച്ചവനെ, അവിടുന്ന് മഹാനവറുകൾ ചോദിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ കൂടപ്പറപ്പുകൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? അവര് വല്ല പാപവും ചെയ്യുന്നവരായിരുന്നോ? പടച്ചവനെ, ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുകയാ, ഈ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ പെങ്ങള് ആ രണ്ടുപേരും കള്ളു കുടിക്കുന്നവരായിരുന്നില്ല, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല, അവര് തലമറയ്ക്കാത്തവരായിരുന്നില്ല, അവർ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടന്നവരായിരുന്നില്ല, അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാ. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറയുന്ന തങ്ങള്, എന്റെ രണ്ട് സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഖുരിജ്നി മിൻ ഹാദിഹി ദുനിയ മുസ്ലിമ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ സഹോദരങ്ങളുടെ ഗതി വരുത്തരുത്. മഹാനവറുകൾ ചോദിച്ചു, എന്തേ മോനെ, നിന്റെ കൂടപ്പറപ്പുകൾക്ക് എന്താ സംഭവിച്ച്? കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ട് സഹോദരങ്ങളാ ഉണ്ടായിരുന്നേ. ഒന്നാമത്തെ ജ്യേഷ്ഠൻ പള്ളിയിലെ മുഅദ്ദിൻ 40 കൊല്ലം ബാങ്ക് വിളിച്ചു. രണ്ടാമത്തെ സഹോദരനും അതേ പള്ളിയിലെ മുഅദ്ദിൻ 10 കൊല്ലം ബാങ്ക് വിളിച്ചു. ഒന്നാമത്തെ 40 കൊല്ലം ബാങ്ക് വിളിച്ച സഹോദരൻ മരിക്കാൻ സമയത്ത് ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുകൊടുത്തപ്പോ വലിച്ചു കയറി വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ കാഫിറായിട്ട് മരിച്ചുപോയി. ആക്കിബത്ത് മോശമായി പോയി. എന്റെ രണ്ടാമത്തെ സഹോദരന്റെയും മരണം ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ആ പള്ളി ബാങ്ക് വിളിക്കണ ഞാനാ. അല്ലാഹ് എന്റെ ഗതി ഇങ്ങനെ ആക്കല്ലേ എന്ന് ദുആ ചെയ്യണേ. മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലം? കള്ളുകുടിക്കോ ഇല്ല, വ്യഭിചരിക്കോ ഇല്ല, പലിശ തിന്നോ ഇല്ല, നിസ്കരിക്കോ, എല്ലാം ചെയ്യും. ഇന്നെന്തെങ്ങനെ ആയിപ്പോയെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ രണ്ട് സഹോദരങ്ങൾക്കും ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. ഒരേ ഒരു ദുശീലം, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ രണ്ട് ചെറുപ്പക്കാർക്കും ഒറ്റ ദുശീലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പോലെ മൊബൈൽ കിട്ടിയ തേമ്പി തേമ്പി ഇങ്ങനെ നോക്കും, യൂട്യൂബിൽ കയറും, ഫേസ്ബുക്കിൽ കയറും, വാട്സപ്പിൽ കയറും, ആവശ്യമില്ലാത്തതൊക്കെ കാണും. ഉമ്മാ, ടിവി വെച്ചിട്ടെ, ടിവി ഇട്ടട്ടെ, ഞാൻ പറയണില്ല, അലച്ചു നോക്ക് നീ. എടാ ചെറുപ്പക്കാരാ, ടിവിയുടെ മുന്നിൽ അരപ്പാവാട ഇട്ടുകൊണ്ട് ആടിന്റെ പെണ്ണിന്റെ ആട്ടം കാണുന്നുണ്ടോ നീ? നിന്റെ അവസാനം നീ സൂക്ഷിച്ചോ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ചെറുപ്പക്കാരാ, മരണം മോശമായി പോകൂടാ. നമ്മുടെയൊക്കെ അവസാനം മോശമായി പോകും. നീ വിചാരിക്കുന്നത് അത്ര നിസാരമാ, അതത്ര നിസാരമായ പാവാ നമ്മൾ കരുതും. അത് വളരെ അല്ലാഹു പടച്ചവനെ സിമ്പിൾ ആയിട്ടുള്ള പാവാ നമ്മൾ കരുതുന്നത്. പക്ഷെ അത് സിമ്പിൾ അല്ല മോനെ. എന്റെ മരണം തന്നെ മോശമായി പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.